പലരും ഇൽമിനെ സ്നേഹിച്ചുകൊണ്ടല്ല ഇൽമു പഠിക്കുന്നത് എന്നുള്ളതാണ്. ജോലിയെ സ്നേഹിച്ചുകൊണ്ട് ഇൽമു പഠിക്കുന്നു. കണക്ക് പഠിക്കുന്ന ഒരാൾ കണക്കിനെ സ്നേഹിച്ച് കണക്ക് പഠിക്കാറില്ല. കണക്ക് പഠിച്ചാൽ BEd വേഗം കിട്ടും, അപ്പോൾ സ്കൂളിൽ വേഗം ജോലി കിട്ടും, അങ്ങനെയാണ് ആലോചിക്കുന്നത്. അതുകൊണ്ട് കാര്യമില്ല. ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട് ജോലി ഓട്ടോമാറ്റിക്കായിട്ട് വരും എന്നുള്ളതാണ്. അതിപ്പോൾ അത്ര വലിയൊരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല. ചില ആൾക്കാർക്കെങ്കിലും തോന്നും മൂല്യന്മാരുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നും. ഒരു ബുദ്ധിമുട്ടുമില്ല, വെറുതെ തോന്നുക. എനിക്ക് എൻ്റെ ഉദാഹരണം തന്നെ പറയാൻ കഴിയുമല്ലോ. ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ ഇപ്പോൾ ഒരു പേര ഉണ്ടായിരിക്കുക, രണ്ടാമത്തെ ഒരു പേര പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് സ്വന്തമായിട്ട് വണ്ടിയുണ്ട്, എനിക്ക് ഇഷ്ടംപോലെ തുണിയും കുപ്പായമുണ്ട്, ഒരു പ്രശ്നമില്ല. അല്ല, പക്ഷെ എന്താ വെച്ചാൽ വഖഫും എത്താതെ ഇറങ്ങിയാൽ അത് ഇതെന്ന് മാത്രമല്ല, എല്ലാം കേടുവരും. നമ്മളിപ്പോൾ ഏതായാലും ഹാഫിദും ആലിമൊക്കെ ആകാൻ ഒരുങ്ങിയതാണല്ലോ. വഖഫും എത്തിയില്ലെങ്കിൽ സംഗതി പ്രശ്നമാണ്. ഒരാൾ ഡ്രൈവിംഗ് പഠിക്കാൻ പോയിട്ട് ഗിയർ മാറ്റാൻ പഠിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ലല്ലോ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. എന്നമാതിരി മുഴുവനാക്കിയില്ലെങ്കിൽ എല്ലാതും പ്രശ്നം ഉണ്ടാവും. നല്ലത് കേടെന്നാൽ പറ്റ കുരുത്തം കെട്ടതാവും എന്നാണ്. നമ്മളിവിടെ ക്യാൻറ്റീനിൽ ബിരിയാണി ഉള്ള ദിവസം അസർക്ക് മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ ചെന്നാൽ ഒരു പ്രത്യേക ദുർഗന്ധയിക്കാരം. എന്താ വെച്ചാൽ ബിരിയാണി കേടെന്നതാണ് കാരണം. നല്ലത് കേടെന്നാൽ പറ്റ കേടുവരും എന്നാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും നന്നാവാൻ തീരുമാനിച്ച ആലിമ്യങ്ങളും ഹാഫിദുകളൊക്കെ ആവാൻ തീരുമാനിച്ചു വന്നതാണ്. വൈക്ക വെച്ച് ഇറങ്ങിപ്പോയാൽ പറ്റ കുരുത്തം കെട്ടതാവും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി പൂർത്തിയാക്കാൻ ഇപ്പം തന്നെ കരുതണം. ഇൻഷാ അല്ലാഹ് ഏതായാലും കൂടിയല്ലോ, പൂർത്തിയാക്കിയിട്ടേ നിർത്തുള്ളൂ എന്ന് ഇപ്പം തന്നെ കരുതിയാൽ ഒരു മനുഷ്യൻ്റെ നീയത്ത് പോലെയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പൂർത്തിയാക്കാൻ ഇപ്പോൾ തന്നെ കരുതണം. അങ്ങനെ തഅലീമു കൊണ്ട്, തഅല്ലുമു കൊണ്ടും തഅലീമു കൊണ്ടും, പഠിപ്പിക്കൽ കൊണ്ടും നല്ല ഒരു നീയത്ത് മനസ്സിലുണ്ടായിരിക്കുക എന്നത് പ്രധാനമാണ്. ജോലി, വരുമാനം അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. ഇൽമിനെ സ്നേഹിച്ചുകൊണ്ട്, ഖുർആനിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ പഠിക്കുക എന്നതിലേക്ക് നമ്മൾ വരണം. ഇത്തിബായിൽ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇത്തിബായിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആൻ ഓതുക, ഓതിക്കൊടുക്കുക, ഓതിപ്പഠിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ആ ഒരു ലക്ഷ്യത്തിൽ നമ്മൾ ഏറ്റെടുക്കണം എന്ന് സാന്ദർഭികമായി പറയാം. രണ്ടാമത്തൊരു കാര്യം, ഇൽമിൻ്റെ ആസാറുകളോട് നല്ല ബഹുമാനം ഉണ്ടായിരിക്കണം. നമ്മളെപ്പോഴും ദ്വാരക്കലുണ്ട്, പഠിച്ചോനെ നാഫിയ ഇൽമ് തരണേ അല്ലാന്ന്. അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമ് തരട്ടെ. ഉഷാറുള്ള അമീൻ ആയിട്ടില്ല. അള്ളാഹു നമുക്കൊക്കെ നാഫിയ ഇൽമ് നൽകട്ടെ. ഉള്ള ഇൽമിനെ അള്ളാഹു നാഫിയാക്കി തരട്ടെ. ഈ നാഫിയ ഇൽമ് അതിൻ്റെ ഓപ്പോസിറ്റ് ലാറായ ഇൽമ് എന്നാണ്. ഉപകാരപ്രദമായ അറിവ്, ഉപദ്രവമുള്ള അറിവ്. ഉപകാരമുള്ള അറിവിന് നാഫിയ ഇൽമ് എന്നും ഉപദ്രവമുള്ള അറിവിന് ലാറായ ഇൽമ് എന്നും പറയുന്നു. നമ്മൾ നാഫിയ ഇൽമ് തരണേന്ന് ദോരക്കെങ്കിലും ഇൽമ് സത്യത്തിൽ രണ്ടെണ്ണം ഇല്ല. ഇൽമ ഒന്നെന്നെ ഉള്ളൂ, ആളാണ് രണ്ടെണ്ണം. നാഫി ആയ മനുഷ്യൻ പഠിക്കുന്ന എല്ലാ വിവരവും നാഫിയും, ലാറായ മനുഷ്യൻ പഠിക്കുന്ന എല്ലാ വിവരവും ഉപദ്രവവുമായിരിക്കും. ഒരു ഉദാഹരണം പറയാം. ഖുർആൻ പഠിക്കൽ നാഫിയ ഇൽമ ലാറായ ഇൽമ? ഖുർആൻ പഠിക്കൽ എല്ലാവരും പറയും നാഫിയ ഇൽമാണെന്ന്, ഉറപ്പല്ലേ? ഖുർആൻ പഠിക്കൽ നാഫിയ ഇൽമാണ് എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. അതേ സമയത്ത് ചേകനൂർ മൗലവി എന്ന് പറഞ്ഞിട്ടൊരാളുണ്ടായിരുന്നു, അയാൾ ഹാഫിദായിരുന്നു. അയാൾ ഖുർആൻ തന്നെ പഠിച്ചത്. ഖുർആൻ മാത്രമല്ല, വേലൂർ ബാക്കിയാത്തു സാലിഹാത്ത് അറബി കോളേജിൽ നിന്ന് നല്ല മാർക്ക് കിട്ടിയിട്ട് പാസ്സായതാണ്. ലാറാ ഇൽമായി അയാൾ പഠിച്ചത് എന്തുകൊണ്ട്? ആള് ചേകനൂരായതുകൊണ്ട് എന്നുള്ളതാണ്. അതായത് മനുഷ്യൻ കേട് വന്നാൽ അവൻ്റെ ഇൽമ് കേട് വരും. അതുകൊണ്ട് ഇൽമല്ല രണ്ടെണ്ണം, മനുഷ്യൻ രണ്ടെണ്ണമാണ്. ഉപദ്രവമുള്ള വിവരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് മാരണവിദ്യ, സിഹിർ പണിയെക്കുറിച്ചുള്ള ഇൽമ്. സിഹിർ പണി ഇസ്ലാമിൽ സബുൽ മുബിഖാത്ത് എന്ന് പറയുന്ന 7 വൻദോഷങ്ങളിൽപ്പെട്ട ഒരു ദോഷമാണ് സിഹിർ പണി എന്ന് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട വിവരം ഏറ്റവും ഉപദ്രവമുള്ളതെന്നാണ് പ്രത്യക്ഷത്തിലുള്ള കാഴ്ചപ്പാട്. എന്നാൽ സിഹിർ പണി ഏറ്റവും നന്നായി പഠിച്ച ആളായിരുന്നു ഹുജ്ജത്തുൽ ഇസ്ലാം അബു ഹാമിദുൽ ഗസാലി റളിയല്ലാഹു അൻഹു. നാഫിയ ഇൽമ ലാറാ ഇൽമ എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം നാഫിയ ഇൽമാണ്. കാരണം പഠിച്ചത് ഗസാലി ആയതുകൊണ്ട് എന്നുള്ളതാണ് ഉത്തരം. പഠിക്കണ ആള് നമുക്കിങ്ങനെ മനസ്സിലാവുന്ന രൂപത്തിൽ പറയാം.
ഒരു ഉപകാരമുള്ള മനുഷ്യന് മൊബൈൽ റിപ്പയർ ചെയ്യാൻ പഠിഞ്ഞാൽ അത് ഉപകാരമായിരിക്കും. ഒരു ഉപദ്രവമുള്ള മനുഷ്യന് മൊബൈൽ കുത്തി കഴിക്കാൻ വേണ്ടി പഠിഞ്ഞാൽ അത് ഉപദ്രവമായിട്ടേ വരുള്ളൂ. ഒരു ഉപകാരമുള്ള മനുഷ്യന് ക്യാമറയും മൈക്കൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി പഠിഞ്ഞാൽ ഉപകാരമുള്ള അറിവായിരിക്കും അത്. ഒരു ഉപദ്രവമുള്ള മനുഷ്യനാണ് അത് പഠിഞ്ഞു കഴിച്ചാൽ ഉപദ്രവമായിട്ടേ വരുള്ളൂ. ഒരു ഉപകാരമുള്ള മനുഷ്യന് ഖുർആൻ പഠിഞ്ഞാൽ ഉപകാരമായിരിക്കും. ഒരു ഉപദ്രവമുള്ള മനുഷ്യന് ഖുർആൻ പഠിഞ്ഞാൽ ഉപദ്രവമായിരിക്കും. അതുകൊണ്ട് ഇൽമല്ല രണ്ടെണ്ണം, ആളാണ് രണ്ടെണ്ണം. ഉപകാരമുള്ള മനുഷ്യന്മാരായി നമ്മൾ മാറണം. ഉപകാരമുള്ള മനുഷ്യന്മാരായി മാറണമെങ്കിൽ 4 മാനദണ്ഡങ്ങളെ പാലിക്കണം. ഇൽമ ഉപകാരം ഉണ്ടാവണമെങ്കിൽ 4 മാനദണ്ഡം പാലിക്കണം. ഒന്നാമത്തേത് ഇൽമിൻ്റെ ആസാറുകളെ ബഹുമാനിക്കണം, ഇൽമിൻ്റെ അടയാളങ്ങളെ ബഹുമാനിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഇൽമുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ ഉണ്ടാവും. ഇന്ന് ഇൽമിൻ്റെ ആസാറുകളോട് വളരെയധികം ബഹുമാനം കുറഞ്ഞു വരുന്നുണ്ട്. മുമ്പൊക്കെ നമ്മളെ പള്ളികളിൽ വരെ മുസ്ഹഫ് വെക്കുന്ന സ്ഥലം എഴുന്നേറ്റ് നിന്ന് കയ്യെത്തിച്ചെടുക്കേണ്ട ഉയരത്തിലായിരുന്നു. ഇന്നത് വളരെ താഴേക്ക് പോയിട്ടുണ്ട്. ഇപ്പം നിലത്തന്നെ വെക്കുന്ന രൂപത്തിലേക്ക് പലയിടത്തും വന്നിട്ടുണ്ട്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ മദ്രസക്ക് പോകുമ്പോൾ പിന്നെ മുസ്ഹഫ് കൊണ്ടുപോകാൻ ഇങ്ങനെ ഒരു മൂലുള്ള ഒരു ഒറ ഉണ്ട്, ഒരു തുണി കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഒറ ഉണ്ടാവും. ഈ ഒറയിൽ ഇങ്ങനെ മുസ്ഹഫ് ഇട്ടിട്ട് ഇതിങ്ങനെ മടക്കിയിട്ട് ഇതുമൊരു കയറുണ്ടാവും, അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചാണ് കൊണ്ടുപോയിരുന്നത്. ഇന്ന് നമ്മളാരോ മനഃപൂർവ്വം പറ്റിച്ചതാണ് അരക്കു താഴെ തൂങ്ങിക്കിടക്കുന്ന സ്കൂൾ ബാഗ്. ബഹുമാനമില്ലാതെ പോയാൽ ഉപകാരമില്ലാതാവും. ഇൽമുമായി ബന്ധപ്പെട്ട എല്ലാ വസ്തുക്കളോടും ബഹുമാനം കാത്തു സൂക്ഷിക്കണം. അതിൽപ്പെട്ടതാണ് പള്ളി, മദ്രസ, സ്കൂള്, ബെഞ്ച്, ഡെസ്ക്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ ബാത്റൂം വരെ നമ്മൾ എന്തൊക്കെയോ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനോടൊക്കെയുള്ള ബഹുമാനം കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഇൽമിൻ്റെ ഉപകാരം നഷ്ടപ്പെട്ടു പോകുമെന്നതാണ്. അപ്പോൾ ഒന്നാമത്തത് അക്കാര്യമാണ്. ഇതിൽപ്പെട്ടത് തന്നെയാണ് ഗുരുനാഥന്മാരെ ബഹുമാനിക്കൽ. ഗുരുവിനെ ഒരാൾ ആദരിച്ചില്ലെങ്കിൽ 3 ഇടങ്ങേർ അവന് വന്നു ചേരുമെന്നാണ്. ഗുരുനാഥന്മാരെ ചില കാര്യങ്ങളെ, ചില വിഷയങ്ങൾ ചെയ്യുന്നതിനേക്കാൾ മഹത്വമുണ്ടാവും അതിൻ്റെ മര്യാദ പാലിക്കുന്നതിന്. ഇപ്പോൾ ഉദാഹരണം പറയാം, പള്ളിയിൽക്ക് ഒരാൾ തീരെ കയറിയില്ല എന്ന് വിചാരിക്കുക. പള്ളിയിൽ ഒരാൾ തീരെ കയറിയില്ലെങ്കിൽ പള്ളി കയറിയില്ല എന്നേ വരുള്ളൂ. അതേ സമയത്ത് പള്ളിയിൽ കയറിയിട്ട് നജസാക്കിയാൽ ആൾ മുർത്തദ്ദാവും. മുത്തഅല്ലിമീങ്ങളുടെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മളൊക്കെ അധികവും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് പള്ളിയുടെ ഹുറുമത്തിന് വലിയ പ്രാധാന്യം കൊടുക്കണം. പള്ളിയുമായി ബന്ധപ്പെട്ട മര്യാദകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യണത് ഉപദ്രവമായിട്ട് വരും. അങ്ങനെ ഓരോ കാര്യങ്ങളും മുസ്ഹഫ് എടുത്തില്ല എന്നേ വരുള്ളൂ. മുസ്ഹഫ് എടുത്തിട്ട് അത് മ്ലേച്ഛമാക്കിയാൽ ആൾ ഇസ്ലാമെന്ന് പുറത്തു പോകും. ഗുരുവിനെ ഒരാൾ സന്ദർശിച്ചില്ലെങ്കിൽ സന്ദർശിച്ചിട്ടില്ല എന്നേ വരുള്ളൂ. ഗുരുനാഥനെ ഒരാൾ ഇൻസൾട്ട് ചെയ്താൽ 3 ബുദ്ധിമുട്ടുണ്ടാകും. ഗുരുനാഥന്മാരെ, അധ്യാപകന്മാരെ മോശാക്കിയാൽ ഏത് അധ്യാപകനാണെങ്കിലും ശരി, മദ്രസ പഠിപ്പിച്ചാണെങ്കിലും സ്കൂൾ പഠിപ്പിച്ചാണെങ്കിലും എവിടെ പഠിപ്പിച്ചാണെങ്കിലും, മോനെ പുതിയ കുട്ടികളെ ഉണ്ടായിരിക്കട്ടാം. മദ്രസ പഠിപ്പിക്കാനാണെങ്കിൽ ഇങ്ങോട്ട് നോക്ക്. മദ്രസിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും എവിടെയാണെങ്കിലും ഗുരുവിനെ ഇൻസൾട്ട് ചെയ്താലും 3 ഇടങ്ങേറുണ്ടാവുന്ന. 1, അവരിൽ നിന്ന് പഠിച്ചത് മറക്കും. ഇൽമ് മറക്കുക എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് എഴുതാൻ കിട്ടാതിരിക്കുക എന്നല്ല. ഇൽമിൻ്റെ മറവി എന്നാൽ ഉപകാരം നഷ്ടപ്പെടലാണ്. ഉദാഹരണം പറയാം, ഒരാൾ നമുക്ക് ഡ്രൈവിങ് പഠിപ്പിച്ചു തന്നു. ഈ ഡ്രൈവിങ് ഇടക്കിടക്ക് പറയണതിൻ്റെ കാരണം എന്താ വെച്ചാൽ, ഡ്രൈവിങ് എല്ലാവരും പഠിക്കണം. ഇവിടുന്നല്ല കേട്ടോ, കോളേജിൻ്റെ അടി പോയിട്ടല്ല, കോളേജ് കഴിഞ്ഞിട്ടും പഠിക്കുക, വെക്കേഷനിൽ വരെ പോകുമ്പോൾ പഠിക്കുക. ഡ്രൈവിങ് എല്ലാവരും പഠിക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അക്കാലത്തെ വാഹനമായിരുന്ന കുതിരയെയും കഴുതയെയും ഒട്ടകത്തെയും ഓടിക്കാൻ അറിയുമായിരുന്നു. അതിനാൽ നമ്മൾ ഇക്കാലത്തെ വാഹനത്തെ ഓടിക്കാൻ വേണ്ടി പഠിക്കണം. ഒഴിവനുസരിച്ച് പഠിക്കണം. ഇപ്പോൾ പോയി പഠിക്കണം എന്നല്ല, ആദ്യം പഠിച്ചു വന്നിട്ട് എന്നാൽ ഖുർആൻ ഓതാന്നല്ല. നമുക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവുണ്ടാവുമല്ലോ. വെക്കേഷനൊക്കെ വീട്ടിൽ പോകുന്ന സമയത്ത്